Hi students, good morning all of you. Welcome back to my video class. Today discuss third question. In the picture on the right, the angle between the radii and the chords are equal. Prove that the chords are the same length. അതായത് ഫിഗറിൽ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് കോഡ്. അതായത് ഒരു സർക്കിൾ ആണ്, ആ സർക്കിളില് ആംഗിൾ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് റേഡിയൈ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതില് റേഡിയൈ കോഡ്. ഒരു കോഡാണ് ഇങ്ങനെ, അത് സെന്ററിൽ റേഡിയയും അതേമാതിരി വേറൊരു കോഡാണ്. ഈ ഫിഗറില് എന്ത് പ്രൂവ് ചെയ്യണം? കോഡ്സ് ആർ ദ സെയിം ലെങ്ത് എന്ന് പ്രൂവ് ചെയ്യണം. ഈ കോഡിന്റെ ലെങ്ത് സെയിം ആണ്, പക്ഷെ ഏത് ഈക്വൽ ആണ്? ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് കോഡ്സ് ആർ ഈക്വൽ. ഇപ്പൊ ഫിഗർ വരയ്ക്കാം. വരച്ചതിന് ശേഷം സെന്റർ മാർക്ക് ചെയ്യാം. ആദ്യം ചെയ്യേണ്ട എന്താ? ലെറ്റ് O ബി ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇനി കോഡ്സിന്റെ നെയിം എഴുതാം. എ ബി ആൻഡ് ബി സി ഡി. ടു കോഡ്സ് ഓഫ് സെയിം ലെങ്ത് എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ പ്രൂവ് ചെയ്യേണ്ട എന്താ? പ്രൂവ് ദാറ്റ് എ ബി ഈക്വൽ ടു സി ഡി. അതായത് കോഡ്സ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ ഗിവൺ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ സി ഡി. ആംഗിൾസ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ആണ് വരയ്ക്കേണ്ടത്. സെന്ററിന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം, അതുപോലെ ഇതിന് ഇതിലേക്കും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അതിന് മാർക്ക് ചെയ്യുക പോയിന്റ് എമ്മും എന്നും എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ എന്താണ് കൺസ്ട്രക്ഷൻ? ഡ്രോ O M perpendicular to AB, O N perpendicular to C, O N perpendicular to C. ഈ രണ്ടും പെർപെൻഡിക്കുലർ ആണ് എഴുതുക. ഇനി നിങ്ങൾക്ക് ഈ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഇത് ഓൾറെഡി ഈക്വൽ ആണ്. പെർപെൻഡിക്കുലർ ലൈൻ ബൈസെക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഈക്വൽ ആയതാൽ അതിന്റെ ഡബിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും മൂന്നെണ്ണം ഈക്വൽ ആക്കി മാറ്റണം. അതില് ഫസ്റ്റ് ഓൾറെഡി നമുക്കറിയാം ഒ എ ഈക്വൽ ടു ഒ എ ഒ സി. കാരണം റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ, റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ. ഇനി ക്വസ്റ്റ്യനിൽ തന്ന ആംഗിൾ എഴുതുക. സെക്കൻഡ് ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ സി ഡി. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് അറിയാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പെർപെൻഡിക്കുലറിനുള്ളതാണ്. അതായത് ആംഗിൾ എ എം ഒ ഈക്വൽ ടു ആംഗിൾ സി എൻ ഒ ഈക്വൽ ടു 90 ഡിഗ്രി. അത് കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആംഗിൾ ആയി, പക്ഷെ ഇൻസൈഡ് അപ്പൊ ഈ ആംഗിൾ കൂടി ഈക്വൽ ആയ എസ് എ ആവും. അതുകൊണ്ട് രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് തേർഡ് ആംഗിൾ ഈക്വൽ ആണെന്ന് എഴുതാം. Therefore, ആംഗിൾ എ ഒ എം ഈക്വൽ ടു ആംഗിൾ സി ഒ എൻ. ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. അതായത് രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ ഓൾറെഡി ഈക്വൽ ആവും. അപ്പം എന്തൊക്കെ സൈഡായി ആംഗിളായി ആംഗിളായി. അപ്പൊ ട്രയാംഗിൾ എന്തായി മാറി? ഈക്വൽ ആയി. എ എം ഒ ട്രയാംഗിൾ സി എൻ ഒ ആർ ഈക്വൽ. ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ത് കിട്ടും? കാരണം എന്താണ്? എ എസ് എ ആണ്. രണ്ട് ആംഗിളും ഇൻക്ലൂഡഡ് സൈഡും ഈക്വൽ ആയി. രണ്ട് ആംഗിളും ഇൻക്ലൂഡഡ് സൈഡും ഈക്വൽ ആയതുകൊണ്ട് എ എം ഈക്വൽ ടു സി എന്നാണ്. അപ്പൊ ഇത് ഈക്വൽ ആണെങ്കിൽ കോഡ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ഡബിൾ അതായത് എ ബി എന്തായി മാറും? എ ബി ഈസ് ഈക്വൽ ടു സി ഡി. അപ്പൊ നമ്മുടെ പ്രൂഫായി ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് കോഡ് ഈക്വൽ ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ്സും എന്തായി മാറും? ഈക്വൽ ആയിട്ട് മാറും. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച സെയിം പ്രൂഫാണ്. ഏതാണ്?
angle implied at between the chord diameter and chord is equal ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ്സ് ഈക്വൽ ആണെന്നുള്ള ഒരു പ്രൂഫ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പ്രൂഫ്. വേറെ എക്സ്ട്രാ പ്രൂഫ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്ന് പഠിക്കാം. ആദ്യത്തെ പ്രൂവ് ചെയ്യാനുള്ളത് എഴുതി വെക്കുക, എന്നിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കി വെക്കുക. അതിൽ നമുക്ക് തന്ന എങ്ങനെയെങ്കിലും 3 എണ്ണം ഈക്വൽ ആക്കുക. ഇവിടെ ആംഗിളും സൈഡും അറിയാം. ഈ ആംഗിൾ കിട്ടാൻ നമുക്ക് ഓൾറെഡി 90 ആണെന്ന് അറിയാം. അപ്പൊ തേർഡ് ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ട്രയാങ്കിൾ ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് പാർട്ടായ AM-ഉം CN-ഉം ഈക്വൽ ആണ്. പക്ഷെ നമുക്കറിയാം കോഡ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് AB-യും CD-യും എന്തായി മാറും? ഈക്വൽ ആയിട്ട് മാറും. ക്ലിയർ? നമുക്ക് ഒന്നുകൂടി പറയാം. പ്രൂവ് ദാറ്റ് AB is equal to CD ആണ്. ആംഗിൾ OAB equal to OCD given ആണ്. Draw OM perpendicular to AB, ON perpendicular to CD ആണ്. ഇനി രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിളിന്റെ ഏതെങ്കിലും 3 എണ്ണം ഈക്വൽ ആക്കി മാറ്റുക. OA is equal to OC ആണ്. കാരണം എന്തുകൊണ്ടാ? ഒരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്ന കാര്യം നോക്കി എഴുതുക. ഗിവൺ ഈ ആംഗിൾസും ആംഗിളും ഈക്വൽ ആണ്. നിങ്ങൾ കൺസ്ട്രക്ഷൻ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് 90 ആണ്. പക്ഷെ ഈ 3 എണ്ണം എഴുതിയപ്പോൾ സൈഡായി ആംഗിളായി ഈ ആംഗിളായി. പക്ഷെ നമുക്ക് ഇൻക്ലൂഡഡ് ഇത് കിട്ടിയാൽ മതി. തേർഡ് ആംഗിൾ എന്നാൽ 2 ആംഗിൾ ഇൻക്ലൂഡഡ് സൈഡും ആവും. അപ്പൊ അതിനു വേണ്ടി 2 ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തേർഡ് ആംഗിൾ ഈക്വൽ ആണ്. റീസൺ എഴുതി വെക്കുക ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പൊ ട്രയാംഗിൾ എന്തായി മാറി? ഈക്വൽ ആയി മാറി. ട്രയാംഗിൾ ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ട് AM is equal to CN ആണ്. അപ്പൊ AB is equal to CD ആയി. ന്യൂ ടോപ്പിക്, ലെങ്ത് ഓഫ് കോഡ്സ്. Length of the chord, how to find out? That is today explain. One circle, take one circle, and chord is this. AB is the chord. Length of chord is denoted by L. Center want to mark CO. Draw a perpendicular to the chord 90 degree. Therefore, we want to find out the length of the chord. Draw a right angle triangle. Distance between the center and chord is denoted by D. Distance between the center and the chord is D. OA is the radius of the circle. Then you are already studied Pythagoras theorem. In right angle triangle, hypotenuse square is equal to square of 2 sides, or hypotenuse square is equal to sum of squares of other 2 sides. Here hypotenuse is R. R square is sum of squares of other 2. One is D. This length is, total length is L. Draw a line perpendicular, therefore it is bisect. Total length L, therefore this part is L by 2. Therefore, L by 2 whole square plus D square. Hypotenuse square is equal to base square plus height square. Or hypotenuse square is equal to square of other 2 sides. Here R is radius, L is length of the chord, and D is the distance between center and to the chord. Perpendicular distance drawn from center to the chord is D. Then radius is find out this equation. When D, distance between the from the center to the chord is D square is equal to R square. Here L by 2 whole square bring to LHS side, therefore minus L by 2 square. Then length of the chord L by 2 square is find out R square minus D square. Study the equation. 3 equations are radius of the circle R square is equal to L by 2 whole square plus D square. D square is equal to R square minus L by 2 whole square. L by 2 whole square is equal to R square minus D square. Here R is the radius and D is the distance from center to the chord. Distance from center to the chord.
Then L is the length of the cone. Length of the